ഹായ് ഹലോ നമസ്കാരം. എൻട്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 2024 UPSC എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വന്നിട്ടുള്ള 15 മാത്സ് മെന്റൽ എബിലിറ്റി ചോദ്യങ്ങൾ ചെയ്തു നോക്കാൻ പോവാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു 15 എണ്ണം. നമ്മൾ ഭയപ്പെട്ടതുപോലെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. തൊട്ട് മുമ്പ് നടന്ന NCA പരീക്ഷകളിലെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ പോലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ സ്റ്റേറ്റ്മെന്റ് ഇല്ല എന്നുള്ളൊരു ആശ്വാസമുണ്ട്. മാത്രമല്ല ചോദ്യങ്ങളല്ല നമുക്ക് എന്താണ് സിലബസിനോട് നീതി പുലർത്തുന്ന ചോദ്യങ്ങളായിരുന്നു. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. അത്യാവശ്യം ചെറിയ ലോജിക്കുള്ള ഏതൊരാളിനും പെർഫോം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു. മാത്രമല്ല മറ്റൊരു സന്തോഷം പങ്കുവയ്ക്കാനുള്ളത് നമ്മുടെ റിവിഷൻ വീഡിയോസിനകത്തുനിന്ന് തന്നെ പകുതിയിലധികം ചോദ്യങ്ങൾ 15ൽ 10 ചോദ്യങ്ങളോളം നമുക്ക് ആ റിവിഷൻ വീഡിയോസിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് പലർക്കും എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ എൻട്രി ആപ്പിലെ തന്നെ റിവിഷൻ ക്ലാസ്സുകളിൽ പറയാത്ത ഒരു ചോദ്യം പോലും വന്നിട്ടില്ല എന്നുള്ളതാണ്. റിവിഷൻ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങൾ മാത്രമാണ്. ജസ്റ്റ് നമ്പേഴ്സ് ഒക്കെ മാറിയിട്ടുണ്ട് എന്നതൊഴിച്ചാൽ വേറെ വലിയ വ്യത്യാസമൊന്നും ഇല്ലാതെ തന്നെ ചോദ്യങ്ങൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അത് വലിയൊരു സന്തോഷമാണ്. അപ്പൊ എന്തായാലും നമുക്ക് ആ ചോദ്യങ്ങളുടെ ഉത്തരം ഒന്ന് നോക്കാം. എല്ലാവരും ഇതിനോടകം തന്നെ ഉത്തരം അറിഞ്ഞു കാണും. അതിന്റെ വഴി, ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയ വഴിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ നോക്കുന്ന ചോദ്യം ഇതാണ്: 2 ക്യൂബ് ഇൻറ്റു 5⁴. ഇത്രയാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ ഈ ഒരു ചോദ്യം ചെയ്യാൻ സാധാരണഗതിയിൽ എന്ത് ചെയ്യും? 2ന്റെ ക്യൂബ് എടുത്തെഴുതും. 2ന്റെ ക്യൂബായ 8 എടുത്തെഴുതും. 5⁴. 5നെ 4 തവണ എഴുതി ഗുണിക്കുക, എത്ര കിട്ടും? 625. ഇവരെ ഗുണിച്ചെഴുതിയാൽ നമുക്ക് എത്ര കിട്ടും എന്നുള്ളതാണ്. ഇവരെ ഗുണിച്ചെഴുതിയാൽ നമുക്ക് എന്തേ കിട്ടത്തുള്ളൂ? ഉറപ്പായിട്ടും 5000 മാത്രമേ കിട്ടത്തുള്ളൂ, അല്ലേ? പക്ഷെ ഇത് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പം എന്താന്ന് വെച്ചാൽ ഇവിടെ എന്തുണ്ടാ, 2ന്റെ ക്യൂബും വന്നിട്ടുണ്ട്, അതുപോലെ 5⁴ വന്നിട്ടുണ്ട്, അല്ലേ? അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 2ന്റെ ക്യൂബും 5ന്റെ ക്യൂബും കൂടെ കമ്പൈൻ ചെയ്യാം. ചെയ്തൂടെ? അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഒരു 5 മാത്രമല്ലേ? അപ്പൊ 2ന്റെ ക്യൂബും 5ന്റെ ക്യൂബും ചേർന്നാൽ 10ന്റെ ക്യൂബ് കിട്ടും. 10ന്റെ ക്യൂബ് എന്ന് വെച്ചാൽ 1000 ആണ്. 1000-നോട് 5 ഗുണിച്ചാൽ എന്ത് കിട്ടും? 1000-നോട് 5 ഗുണിച്ചാൽ 5000 അല്ലാതെ എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടോ? ഒന്നുമില്ല. ഇതാണ് എന്റെ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ്. എല്ലാവർക്കും ചെയ്യാവുന്നേ ഉള്ളൂ. 2ന്റെ ക്യൂബിനോട് 5ന്റെ ക്യൂബ് കൊടുക്കുക, അപ്പൊ 10ന്റെ ക്യൂബ് കിട്ടുന്നു. പിന്നെ അതിനോട് 5 ഗുണിച്ചാൽ എന്തായി? 5000 ആയി. തീർന്നില്ലേ? അതുപോലെ മറ്റൊരു ചോദ്യം, ഇത് നമ്മൾ റിവിഷൻ വീഡിയോയിൽ ഇതുപോലെ ചെയ്ത ഒരു ചോദ്യമാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ചില പരീക്ഷകളിൽ നമ്മൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കണ്ടിട്ടുള്ളത് കൊണ്ട് നമ്മളൊന്ന് ചെയ്തു വെച്ചതായിരുന്നു. ഓർമ്മ കാണുമെന്ന് വിചാരിക്കുന്നു. 4/20. 4/20 അതിനോട് 8/200, അതുപോലെ 32/2000, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ദശാംശ സംഖ്യ എന്നുള്ളതാണ്. അപ്പൊ 4/20 നമുക്ക് വേണമെങ്കിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ 2/10 കിട്ടും. 2/10 എന്ന് വെച്ചാൽ 0.2 എന്നല്ലേ? ആണ്. അത് കഴിഞ്ഞ് വന്നിരിക്കുന്ന നോക്കടാ, 8/200 എന്നാണ്, അല്ലെ? 8/200 ഒന്ന് ചെറുതാക്കിയേ എന്ത് കിട്ടും? 4/100 എന്നാണ് കിട്ടുന്നത്. 4/100നെ 0.04 എന്നെഴുതാൻ പറ്റും. ശരിയല്ലേ? 2 ദശാംശ സ്ഥാനം. പിന്നെ വരുന്നത് 32/2000 എന്ന തരത്തിലാണ് വരുന്നത്. 32/2000 എങ്ങനെ എഴുതുക? 16/1000 എന്ന് എഴുതാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ? 16/1000നെ 0.016 കണ്ടോ? ഇവരെ ഒന്ന് ആഡ് ചെയ്താൽ ആൻസർ ആയി. 0.2, 0.04, 0.016 കൂട്ടി എഴുതുമ്പോൾ 6 കിട്ടിയിട്ടുണ്ട്. 4 1 5 കിട്ടിയിട്ടുണ്ട്. 2 അതുപോലെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ആൻസർ നമുക്ക് കിട്ടിയിരിക്കുന്നത് 0.256 കിട്ടിയില്ലേ? ഇത്രയേ ഉള്ളൂ ആൻസർ. അതൊന്ന് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. ഒന്ന് ലൈറ്റ് ആക്കുക. താഴെ വരുന്ന 10, 100, 1000 ആക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, ഒരു ജോലി ചെയ്തു തീർക്കാൻ ബാലുവിന് തനിച്ച് 10 ദിവസം, രാമുവിനാണെങ്കിൽ 15 ദിവസം. അപ്പൊ ബാലു എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു? 10 ദിവസം. രാമു ആണെങ്കിൽ 15 ദിവസം. എന്നാൽ രാമുവും ബാലുവും കൂടി ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് തീരും എന്നാണ്. ഇത് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ഉപയോഗിക്കുക? ഒരു ഫോർമുല ഉപയോഗിക്കാറുണ്ട്. എന്താ അത്? AB/A+B. ഇതെല്ലാവർക്കും അറിയുന്നതല്ലേ, അല്ലെ? AB/A+B. അപ്പൊ AB/A+B ചെയ്യാൻ എന്താ? ഇവിടെ തന്നിരിക്കുന്ന രണ്ടളവുകൾ 10ഉം 15ഉം ആണ്, ഈ പറയുന്ന എയും ബിയും, അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 10 × 15 ഡിവൈഡഡ് ബൈ 10 + 15 എത്രയാ? 25. അപ്പൊ മുകളിൽ വരുന്നത് ഒരു 150ഉം താഴെ വരുന്നത് ഒരു 25ഉം ആണ്. 150നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 6. 150നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 6. അപ്പൊ എത്ര ദിവസം കൊണ്ട് ജോലി തീരും? 6 ദിവസം കൊണ്ട് തീരും. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ പൂർണ്ണവർഗ സംഖ്യ ഏത്? തന്നിരിക്കുന്ന എല്ലാ ദശാംശ സംഖ്യകളാണ്. ഭയങ്കര സിമ്പിൾ ആയിട്ട് ഉത്തരം കിട്ടും. പൂർണ്ണവർഗം കണ്ടെത്താൻ സംഖ്യകൾ നോക്കുമ്പോൾ പൂർണ്ണവർഗമാണോ എന്ന് നോക്കുക.
സംഖ്യകളെല്ലാം തന്നിരിക്കുന്ന എല്ലാ സംഖ്യകളും 25 അല്ലേ, പൂർണ്ണവർഗ്ഗമാണ്. ഇനി ഇതിനകത്ത് ദശാംശ സ്ഥാനം നോക്കുക. ദശാംശ സംഖ്യകളുടെ പൂർണ്ണവർഗ്ഗം എടുക്കുമ്പോൾ ദശാംശ സ്ഥാനം ഇരട്ട സംഖ്യ ആയിരിക്കണം എന്നൊരു കണ്ടീഷൻ ഉണ്ട്. തന്നിരിക്കുന്ന സംഖ്യകളെല്ലാം 25 അപ്പൊ ആ പ്രശ്നമില്ല. 2.5 ഒരു ദശാംശ സ്ഥാനേ ഉള്ളൂ. അടുത്ത 0.25 രണ്ടെണ്ണം ഉണ്ട്. ഇവിടെ വരുമ്പോൾ അത് 3 ദശാംശ സ്ഥാനമാണ്, പറ്റില്ല. ഇവിടെ എത്തുമ്പോൾ അത് 5 കണ്ടോ. അപ്പൊ സംഖ്യ പൂർണ്ണവർഗ്ഗം ആവണം, 5ന്റെ സ്ക്വയർ ആവണം. കൂടാതെ അതിനകത്ത് കിട്ടുന്ന ദശാംശ സ്ഥാനം ഇരട്ട സംഖ്യ ആയിരിക്കണം. സോ നമ്മുടെ ആൻസർ ബി. സിമ്പിൾ അല്ലേ, നമ്മൾ എപ്പോഴും കാണുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇനി പറയുന്നു സംഖ്യാരേഖയിൽ 5ൽ 3നും 5ൽ 4നും ഇടയിൽ വരാത്ത ഭിന്നക സംഖ്യ കണ്ടെത്തുക. അല്ലെ, അപ്പൊ 5ൽ 3 5ൽ 4 നമുക്ക് നോക്കാം. എടാ ഈ 5ൽ 3 എന്ന് പറയുന്ന സംഖ്യ അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അല്ലെ, ഇപ്പൊ നമുക്ക് 3/5 സംഖ്യ. ഇതിന്റെ ഏകദേശ വില കണ്ടുപിടിക്കാൻ നമ്മളോട് ഒരു 0 ഇടാറുണ്ട്. അപ്പൊ 30/5 എന്ന് നമുക്ക് എഴുതാം. 30/5 എന്ന് വെച്ചാൽ എത്രയാ? 6. ഓക്കെ, ഇനി 4/5 നമുക്ക് ഇതുപോലെ 40/5 എന്ന് എഴുതാം. എത്ര കിട്ടും? 8. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ട സംഖ്യ 6നും 8നും ഇടയിലല്ലാത്ത ഒരു സംഖ്യ, 6 മുതൽ 8 വരെയുള്ള വാല്യൂ വരാത്ത ഒരു സംഖ്യയാണെന്ന് ഉറപ്പിക്കുക. അങ്ങനെയല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെയും ഓരോ ഓപ്ഷൻ ആയിട്ട് എടുത്ത് ചെയ്യുക. ഇതിനെ എന്ത് ചെയ്യുക? 2/3 20/3 എന്ന് എഴുതുക. 20/3 20ൽ എത്ര 3 ഉണ്ട് എന്ന് വെച്ചാൽ അത് 6. അപ്പൊ ഈ ഒരു റേഞ്ചിൽ അത് വരുന്ന. അടുത്ത 5/8 വരുന്നുണ്ട്. അപ്പൊ എങ്ങനെ എഴുതുക? 50/8. 50ൽ എത്ര 8 ഉണ്ട്? 6 8 48. അവിടെ 6 തന്നെ വരുന്നുണ്ട്. അടുത്ത് വരുമ്പോ 3/7 ഇതിനെങ്ങനെ എഴുതാടാ? 30/7 എന്നല്ലേ. 30ൽ എത്ര 7 ഉണ്ട്? 30ൽ 4 എണ്ണം. കണ്ടോ? അത് കഴിഞ്ഞ് 5/7 വന്നിരിക്കുന്നു. അപ്പൊ അതിനെങ്ങനെ എഴുതാ? 50/7. 50ൽ എത്ര 7 ഉണ്ട്? 50ൽ 7 എണ്ണം ഉണ്ട്. അപ്പൊ ഈ 6 8 റേഞ്ചിൽ വരാത്ത സംഖ്യ ആര് എന്ന് വെച്ചാൽ 6നും 8നും ഇടയിൽ വരാത്ത സംഖ്യ ഇവര് 3 പേര് ആ റേഞ്ചിൽ വരുന്നവരാണ്. വരാത്ത ആള് 4 മാത്രമേ ഉള്ളൂ. സോ നമ്മുടെ ആൻസർ സി ആണ്. ഉറപ്പിച്ചു. പിടികിട്ടിയോ? അപ്പൊ അവരുടെ ഏകദേശ വില നോക്കുക. അതിനിടയിൽ വരാത്ത ആളാണ് നമ്മുടെ ഉത്തരം. അതിനിടയിൽ വരാത്ത ഒരൊറ്റ സംഖ്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് 3/7 അതുപോലെ മറ്റൊരു ചോദ്യം, 2 സംഖ്യകളുടെ ഉസ്സാഗ 16, ലസാഗു 192. അങ്ങനെയാണെങ്കിൽ അതിൽ ഒരു സംഖ്യ തന്നിട്ടുണ്ട്. രണ്ടാമത്തെ സംഖ്യ ഏത്? നമ്മൾ എപ്പോഴും പഠിക്കാറുള്ളതാണ്. എയും ബിയും 2 സംഖ്യകളാണെങ്കിൽ ഇവരുടെ ഗുണനഫലം ആർക്ക് തുല്യാണ്? ഇവരുടെ LCMന്റെയും HCFന്റെയും ഗുണനഫലത്തിന് തുല്യം. പഠിച്ചായിരുന്നോ? അപ്പൊ ഉസ്സാഗ അറിയാം, ലസാഗു അറിയാം, അല്ലെ. അപ്പൊ ഇവരുടെ ഗുണനഫലം എന്ന് പറയുന്നത് 2 സംഖ്യകളുടെ ഗുണനഫലത്തിന് തുല്യമാണ്. അപ്പൊ ഇതിൽ ഒരു സംഖ്യ നമുക്കറിയാം. അപ്പൊ മറ്റേ സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ഉസ്സാഗയും ലസാഗുവും തമ്മിൽ ഗുണിക്കുക. അതായത് 192ഉം 16ഉം തമ്മിൽ ഗുണിച്ചിട്ട് അറിയുന്ന സംഖ്യ ഏതോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അറിയുന്ന സംഖ്യ 64 അല്ലേ. 16നെയും 64നെയും നമ്മൾ ഡിവൈഡ് ചെയ്താൽ 4 എന്ന് കിട്ടും. 192നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ 192ന്റെ പകുതി ആരാ? 96. 96ന്റെ പകുതി എത്രയാ? 48. അപ്പൊ രണ്ടാമത്തെ സംഖ്യ ആര്? സെക്കൻഡ് നമ്പർ. ആദ്യത്തെ സംഖ്യ ആരാണ്? 64 ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ 48. സെറ്റായോ? യെസ്. അടുത്തൊരു ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും വലിയ സംഖ്യ ഏത്? തന്നിരിക്കുന്നതിനകത്ത് വലിയ സംഖ്യ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്തെല്ലാം ദശാംശ സംഖ്യകളാണ്. അപ്പൊ നമുക്കൊന്ന് ഗുണിച്ചെഴുതാം അല്ലെ. ദശാംശ സംഖ്യകളെ ഗുണിക്കാൻ ഭയങ്കര സിമ്പിൾ അല്ലേ. ഉണ്ടോ? ദശാംശം ഇല്ലാതെ ഗുണിക്കുക. ആകെ ദശാംശ സ്ഥാനങ്ങൾ ഇട്ട് കൊടുക്കുക. ഇവിടെ 2 സ്ഥാനം, ഇവിടെ 3 സ്ഥാനം, മൊത്തം 5 സ്ഥാനം അല്ലേ. അപ്പൊ ഇവരെ ഗുണിച്ചെഴുതിയാൽ കിട്ടുന്ന ആൻസർ 0.00001. അടുത്ത ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ ആരൊക്കെ വന്നിരിക്കുന്ന സംഖ്യകൾ 1ഉം 101 ആണ്. 1ഉം 101 ഗുണിക്കുമ്പോൾ 101 കിട്ടും. എത്ര സ്ഥാനം വേണം? 5 സ്ഥാനം. അപ്പൊ എഴുതുമ്പോഴോ 0.00101 അല്ലെ. 101 എന്തായാലും അവിടെ വേണം. എത്ര സ്ഥാനം വേണം? 5 സ്ഥാനം വേണം. അടുത്ത സംഖ്യയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ എന്താണ്? 101 വന്നിട്ടുണ്ട്. ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? കണ്ടോ? ഇവിടെ ഒരു 1 വന്നിട്ട് ഗുണിക്കുമ്പോൾ 101 തന്നെ കിട്ടും. പക്ഷെ സ്ഥാനം കണ്ടോ? ദശാംശ സ്ഥാനം 6 എണ്ണം ഉണ്ട്. അപ്പൊ 6 എണ്ണം എഴുതുമ്പോൾ എങ്ങനെയാ? 0.00101 കണ്ടോ? ഇനി അവസാനത്തെ സംഖ്യ നമുക്കൊന്ന് ഗുണിച്ചു നോക്കാം. അവിടെ എന്താണ്? 0.10 0.001 എന്നാണ്. പക്ഷെ നിങ്ങൾ ഈ അവസാനം വരുന്ന 0ത്തെ കൂട്ടണമെന്നില്ല. 1 ഗുണിച്ചാൽ 1 ആണ്. എത്ര ദശാംശ സ്ഥാനമേ ഉള്ളൂ? ഇവിടെ ഒരെണ്ണം, ഇവിടെ 3, മൊത്തം 4 സ്ഥാനം. അപ്പൊ എങ്ങനെ എഴുതാ? 0.0001. പിന്നെ അത് വലുത് ഏത്? വലുതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഇടത്ത് നിന്ന് വലത്തേക്ക് നോക്കുക. ദശാംശം കഴിഞ്ഞിട്ടുള്ള സംഖ്യകളെ നോക്കുമ്പോൾ എല്ലാ സ്ഥലത്തും ഒരുപോലെ തന്നെ കാണുന്നുണ്ട്. എന്നാൽ ആദ്യം
പൂജ്യമല്ലാത്തൊരു സംഖ്യ കിട്ടുന്ന എവിടാ നോക്കിയേ, അതാണ് വലിയ സംഖ്യ. ബാക്കി എല്ലാ സ്ഥലത്തും ഉണ്ടോ, ഇവിടെ എല്ലാം ആദ്യത്തെ പോയിന്റ് പൂജ്യമാണ്. അത് കഴിഞ്ഞ് എല്ലാ സ്ഥലത്തും പൂജ്യം തന്നെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ രണ്ടാമത്തെ സ്ഥാനത്ത് എല്ലാ സ്ഥലത്തും പൂജ്യം വന്നിട്ടുണ്ട്. എന്നാൽ മൂന്നാമത്തെ സ്ഥലത്ത് എത്തിയപ്പോൾ ഇവിടെ മൂന്നാമത്തെ സ്ഥാനത്ത് ദശാംശം കഴിഞ്ഞ് മൂന്നാമത്തെ സംഖ്യ തന്നെ 1 വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള വലിയ സംഖ്യയായിട്ട് നമുക്ക് ആരെ കൺസിഡർ ചെയ്യാം, ബിയെ തന്നെ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പൊ അടുത്തൊരു ചോദ്യം നോക്കിയോ. ഈ ചോദ്യം എങ്ങനെയാണ്, സമാന്തര ശ്രേണിയാണ് അല്ലെ. 1 + 2 + 3 + എക്സെട്ര 50 എത്ര കിട്ടി, 1275. എങ്കിൽ 3 + 6 + 9 + അങ്ങനെ 150 വരെ എത്ര. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ റിവിഷൻ ക്ലാസ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, 1 ഇവിടെ എത്തിയപ്പോ 3 ആയി, 2 ഇവിടെ എത്തിയപ്പോ 6 ആയി അല്ലെ, 3 9 ആയി, 50 150 ആയി. കണ്ടോ എന്താ സംഭവം, എല്ലാ സംഖ്യകളും 3 മടങ്ങായിട്ടുണ്ട്. അപ്പൊ ഇവിടത്തെ തുക 1275 ആണ്. എന്നാൽ ഇവിടെ എത്തുമ്പോൾ അതെല്ലാം എല്ലാ സംഖ്യകളും 3 മടങ്ങാവുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, 3 മടങ്ങ് തന്നെ എടുത്താൽ മതി. 3 × 1275. അപ്പൊ 1275 ജസ്റ്റ് 3 കൊണ്ട് ഗുണിച്ചെഴുതിയാൽ മാത്രം മതി. എത്ര കിട്ടും, 3825 എന്ന് ഈസി ആയിട്ട് കിട്ടിക്കോളൂ. ഇത്രയേ ഉള്ളൂ കാര്യം. ചെയ്തു പോലും നോക്കണ്ട അല്ലേ, ജസ്റ്റ് ഗുണിക്കുന്ന ആ ഒരു സമയം മാത്രമേ എടുക്കുള്ളൂ. അല്ലാതെ നിങ്ങൾ തുക എടുക്കാൻ ഇവിടെ നിൽക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തുള്ള എല്ലാ പദത്തിൽ നിന്നും നമുക്ക് ആരെ കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്, 3 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരേ ഉള്ളൂ, 1 + 2 + 3 + ഏത് വരെ ഉള്ളൂ, 50 വരെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ 50 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക നമുക്ക് അറിയുന്നത് കൊണ്ട് 3 × 1275 എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. അപ്പൊ കിട്ടുന്ന ആൻസർ 3825 എന്നാണ്. ഇത്രയേ ഉള്ളൂ റിസൾട്ട്. കിട്ടിയില്ലേ. അടുത്തൊരു ചോദ്യം, 2.5 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുള്ള ഒരു ടാങ്കിൽ 10,000 ലിറ്റർ വെള്ളം കൊള്ളുമെങ്കിൽ അതിന്റെ ഉയരം എത്രയായിരിക്കണം. നമ്മുടെ മെട്രിക് അളവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മൾ SCRT പഠിച്ചപ്പോഴെല്ലാം മെട്രിക് അളവുകളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ടാങ്ക് 1000 ലിറ്റർ കപ്പാസിറ്റി ഉള്ളതാണെന്ന് വെക്കുക. അതിന്റെ ഒരു അളവ് എത്രയാണ് എന്നറിയാവോ, അത് 1 മീറ്റർ നീളം, 1 മീറ്റർ വീതി, 1 മീറ്റർ ഉയരം എന്നോർത്താൽ മതി. അതായത് 1 മീറ്റർ ക്യൂബിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പൊതുവെ 1000 ലിറ്റർ എന്ന് വിളിക്കുക. 1000 ലിറ്റർ അല്ലേ. അപ്പൊ ഇതെന്തായിരിക്കും, ഇവിടെ തന്നിരിക്കുന്ന 10,000 ലിറ്റർ എന്നല്ലേ. അപ്പൊ 10,000 ലിറ്റർ എന്ന് പറയുമ്പോൾ 1000ന്റെ എത്ര മടങ്ങാ, 10 മടങ്ങാ, ശരിയല്ലേ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോ ഈ 1 മീറ്റർ ക്യൂബിന്റെ 10 മടങ്ങാണ് ഇവിടെ തന്നിരിക്കുന്ന അളവ്. 1 മീറ്റർ ക്യൂബിന്റെ 10 മടങ്ങ് ആണല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് നീളം തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടുണ്ട് 2.5 മീറ്റർ, അതുപോലെ വീതി തന്നിട്ടുണ്ട് 1 മീറ്റർ, ശരിയല്ലേ. അതുപോലെ എന്ത് തന്നിട്ടുണ്ട്, ഉയരം തന്നിട്ടുണ്ടോ, ഇല്ല. ഉയരം കണ്ടുപിടിക്കാം, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമുക്കറിയാം ഒരു ടാങ്കിന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ വോളിയം കണ്ടുപിടിക്കാൻ LBH എടുത്താൽ മതി. ഈ LBH എന്ന് പറയുന്നത് 1 × 10 അല്ലെ, അല്ലെങ്കിൽ 1 മീറ്റർ ക്യൂബിന്റെ എത്ര മടങ്ങാ, 10 മടങ്ങാണ് എന്ന് ഓർത്തോണം. 1 മീറ്റർ ക്യൂബിന്റെ 10 മടങ്ങ് അങ്ങനെ ഓർത്താൽ മതി. അല്ലെങ്കിൽ 10 മീറ്റർ ക്യൂബ് എന്ന് വിളിച്ചോ അല്ലെ, എന്നാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ 1 മീറ്റർ ക്യൂബിന്റെ 10 മടങ്ങ് എന്നുള്ള രീതിയിൽ എഴുതിയാലും ഒരു പ്രശ്നമില്ല. അപ്പൊ തന്നിരിക്കുന്ന അളവുകൾ, നീളം എങ്ങനെയാണ്, 2 1/2 ആണ് അല്ലെ. നീളത്തെ നമുക്ക് 2/1/2 എന്ന് എഴുതാം. 2 1/2 എന്ന് വെച്ചാൽ 2.5 എന്ന് പറയുന്ന ആരാണ്, 5ന്റെ പകുതി അല്ലടാ. ഓക്കെ, അപ്പൊ 2.5 മീറ്റർ. പിന്നെ ബ്രെഡ്ത്ത് എത്രയാണ്, ബ്രെഡ്ത്ത് 1 മീറ്റർ ആണ്. ഓക്കെ, ഇനി ഇതിന്റെ കൂടെ ഉയരം നമുക്ക് അറിയില്ല. ഇതാണ് നമുക്ക് എത്രയാണ് തന്നിട്ടുള്ളത്, 10 മീറ്റർ ക്യൂബ് എന്ന തരത്തിൽ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്തെ 2 മീറ്റർ ഇവിടെ നിന്ന് തന്നെ അങ്ങ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് ഇനി ഇവിടെ 1 മീറ്റർ മാത്രമേ ഉള്ളൂ. അത് ഓർക്കുക, 10 മീറ്റർ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് ഹൈറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ, അപ്പുറത്തൊരു 10 ഇല്ലേ, ഉണ്ട്. ഇവിടെ ഒരു 5/2 ഉണ്ട്. ഇതിനെ നേരെ അങ്ങ് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. 5/2നെ നേരെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ 2/5 എന്ന് കിട്ടും, ശരിയല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു 10ഉം ഈ ഒരു 5ഉം കൂടെ അങ്ങ് ക്യാൻസൽ ചെയ്യാം. അപ്പൊ എത്ര കിട്ടും, 2. അപ്പൊ ശരിക്കും ഇവിടുത്തെ ഹൈറ്റ് എത്ര എന്ന് ചോദിച്ചാൽ 4 മീറ്റർ എന്ന് പറഞ്ഞാൽ മതി. 4 മീറ്റർ. പക്ഷേ നമുക്ക് ഓപ്ഷനകത്ത് ആരില്ല, 4 മീറ്റർ ഇല്ലടാ. ചോദ്യത്തിലും ഉത്തരത്തിലും യൂണിറ്റ് ഒന്നും തന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 4 മീറ്റർ എന്നതിന് പകരം നിങ്ങൾ 400 സെന്റിമീറ്റർ എന്ന് എഴുതിക്കോ. കറക്റ്റാ കേട്ടോ. അതെന്തായാലും ഓപ്ഷനകത്ത് ഉണ്ട്, 400 ഉണ്ട്. അവിടെ യൂണിറ്റ് ഒന്നും തന്നെ തന്നിട്ടില്ല എന്നേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഉയരത്തെ 400 സെന്റിമീറ്റർ എന്നെടുക്കാം കേട്ടോ. കാരണം നീളം കുറച്ച് കൂടുതലാണ്, വീതി 1 മീറ്റർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ബാലൻസ് ചെയ്യണ്ടേ, നമുക്ക് ബാലൻസ് ചെയ്യണമെങ്കിൽ എവിടെ തന്നെ നമ്മൾ ബാലൻസ് ചെയ്യണം,
അത് ഹൈറ്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്യണം. എന്നാലേ ഇവിടെ എത്തിക്കാൻ പറ്റൂ, നമുക്ക് 10 എത്തിക്കാൻ പറ്റൂ. അങ്ങനെ ആലോചിച്ചാൽ മതി. 2.5 നമുക്ക് 10 എത്തിക്കണമെങ്കിൽ എത്ര മീറ്റർ വേണം? 4 മീറ്റർ എന്തായാലും വേണം. അപ്പൊ 4 മീറ്റർ എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആണ് എന്ന് മാത്രം ആലോചിച്ചാൽ മതി. അടുത്തൊരു ചോദ്യം, ഒരു ക്ലോക്കിലെ സമയം 8:30, 8 മണി 30 മിനിറ്റ്, ശരിയല്ലേ? അപ്പൊ ഇത് കണ്ടെത്താനായിട്ട് അപ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവിലേക്കാണ് പോകേണ്ടത്, അല്ലെ? ഇവിടെ 2 തരത്തിലാണ് ചോദ്യങ്ങൾ വരിക. ഒന്ന് പ്രതിബിംബത്തിലെ സമയം എന്തെന്ന് ചോദിക്കാറുണ്ട്, സമയം തന്നിട്ട്, അല്ലെ? ചിലപ്പോ കോണളവ്. അപ്പൊ ഇത് മണിക്കൂർ മിനിറ്റ് എന്ന തരത്തിൽ എടുത്തേടാ. ഇവിടുത്തെ മണിക്കൂർ 8 ആണ്, മിനിറ്റ് 30 ആണ്. അപ്പൊ 30നെ സൂചിപ്പിക്കുന്നത് എങ്ങനെയാ? 6 വെച്ചിട്ടാ. അപ്പൊ ഈ 8നെയും 6നെയും ഒന്ന് കണക്ട് ചെയ്തോ. 8ഉം 6ഉം കണക്ട് ചെയ്താൽ എത്ര കിട്ടും? 2, അല്ലെ? ഇവരുടെ വ്യത്യാസമാണ്. കണക്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ഈ 8ന്റെ 6ന്റെ വ്യത്യാസം എടുത്തു, അല്ലെ? അപ്പൊ ഈ 2നെ ജസ്റ്റ് 30 ഡിഗ്രി കൊണ്ട് ഗുണിക്കുക. 2നെ 30 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 60 ഡിഗ്രി എന്ന് കിട്ടും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടുത്തെ മിനിറ്റിന്റെ മൂല്യം എന്താണ്? 30 അല്ലേ? 30ന്റെ നേരെ പകുതി എടുക്കുക, 15. ഓക്കെ, ഇതിന്റെ താഴേക്ക് എഴുതുക. ഇവിടെ ആദ്യത്തെ നമ്പർ കുറച്ച് വലുതാ, അല്ലേ? രണ്ടാമത്തേനേക്കാൾ, അല്ലെ? അതുകൊണ്ട് തന്നെ ഈ 2 വാല്യൂസ് കൂട്ടി എഴുതുക. ഇനി ആദ്യത്തെ നമ്പർ ചെറുതാണെങ്കിൽ ഇത് കുറയ്ക്കേണ്ടി വന്നേനെ. തൽക്കാലം ഇവിടെ എന്ത് ചെയ്താൽ മതി? 8.5യുടെ കോണളവ് കണ്ടുപിടിക്കാൻ ഇവരെ തമ്മിൽ കൂട്ടിയാൽ മതിയായിരുന്നു. അപ്പൊ 75 ഡിഗ്രി എന്ന് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ആൻസർ, റൈറ്റ് ആൻസർ. ഓക്കെ, അതുപോലെ മറ്റൊരു ചോദ്യം, ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 2 കൂടുതലാണ്. ചെറിയ സംഖ്യയുടെ 4 മടങ്ങാണ് വലിയ സംഖ്യ. എന്നാൽ ചെറിയ സംഖ്യ ഏത്? കണ്ടോ, ചെറിയ സംഖ്യ x എന്ന് എടുക്കുക, വലിയ സംഖ്യ 4x എന്ന് എടുക്കുക. കുഴപ്പമുണ്ടോ? എടുത്തു. ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 2 കൂടുതലാണ്. അതായത് ചെറിയ സംഖ്യ അതിന്റെ 3 മടങ്ങ് എടുത്ത ശേഷം 2 കൂട്ടിയാൽ വലിയ സംഖ്യയിൽ എത്തും എന്നാണ്. അപ്പൊ ചെറിയ സംഖ്യ x അല്ലേ? അപ്പൊ ചെറിയ സംഖ്യ x, വലിയ സംഖ്യ നമ്മൾ 4x എന്ന് എടുത്തു. ചെറിയ സംഖ്യ ആരാണ്? x ആയതുകൊണ്ട് ന്റെ 3 മടങ്ങ്, ന്റെ 3 മടങ്ങിനേക്കാൾ 2 കൂട്ടിയാൽ വലിയ സംഖ്യ കിട്ടും എന്നല്ലേ പറഞ്ഞിരിക്കുന്നേ? അപ്പൊ ന്റെ 3 മടങ്ങ് എന്ന് വെച്ചാൽ 3x അല്ലേ? 3xനോട് 2 കൂട്ടിയാൽ എത്ര കിട്ടും? 4x. അപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ മതി, 4xൽ നിന്ന് ഈ 3x കുറയ്ക്കാൻ പാടില്ലേ? 4xൽ നിന്ന് ഈ 3x കുറച്ചാൽ x കിട്ടും. ന്റെ വില എത്ര എന്ന് ചോദിച്ചാൽ 2. ഓക്കെ, അപ്പൊ ചെറിയ സംഖ്യ ആര് എന്ന ചോദ്യത്തിന് ഇനി നമ്മളൊരു ആൻസർ അന്വേഷിച്ച് നടക്കണ്ട. 2. 2ന്റെ 3 മടങ്ങ് 6, 6നോട് 2 കൂട്ടിയാൽ 8, തീർന്നു. അപ്പൊ വലിയ സംഖ്യ ആരാ? 8. ചെറിയ സംഖ്യ ആരാ? 2. ഉറപ്പിച്ചു. അടുത്തൊരു ചോദ്യം, 2 സംഖ്യകളുടെ ശരാശരി 11.5, അവയുടെ വ്യത്യാസം 11.5 എങ്കിൽ വലിയ സംഖ്യ ഡിവൈഡഡ് ബൈ ചെറിയ സംഖ്യ എത്ര? അല്ലെ, 2 സംഖ്യകൾ എയും ബിയും ആണെന്നിരിക്കട്ടെ, ഇവരുടെ ശരാശരി തന്നിട്ടുണ്ടേ. ഈ 2 സംഖ്യകൾ തമ്മിൽ കൂട്ടിയിട്ട് പകുതി എടുത്താൽ 11.5 ശരാശരി. അങ്ങനെയാണെങ്കിൽ ഈ 2 സംഖ്യകളുടെ തുക എന്ത്? എയും ബിയും കൂടെ കൂട്ടിയാൽ എന്ത്? അപ്പൊ എത്ര എഴുതുക? 23 എന്ന് എഴുതുക, അല്ലെ? എയും ബിയും കൂടെ കൂട്ടിയാൽ 23. ഇനി ഈ 2 സംഖ്യകളുടെ വ്യത്യാസം a മൈനസ് ബി എന്ന് പറയുന്നത് എത്രയാടാ? a മൈനസ് ബി എന്ന് പറയുന്നത് എത്രയാണ്? അത് 11.5 ആണ്. ഇങ്ങനെ 2 സംഖ്യകളുടെ തുകയും വ്യത്യാസവും അറിയാമെങ്കിൽ സംഖ്യകൾ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. സംഖ്യകളുടെ തുകയും വ്യത്യാസവും അറിയാമെങ്കിൽ വലിയ സംഖ്യയായ a കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണമെന്നറിയോ? ഈ തുകയെയും വ്യത്യാസത്തെയും തമ്മിൽ കൂട്ടുക. 23ഉം 11.5ഉം തമ്മിൽ കൂട്ടിയിട്ട് 34.5 എന്ന് എഴുതുക. ഇവരെ കൂട്ടിയിട്ട് പകുതി എടുക്കാം. ഓക്കെ, ഇവിടെ b എന്താണ് എന്നറിയാവോ? b കണ്ടുപിടിക്കാൻ, ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ ഇവരെ തമ്മിൽ കുറയ്ക്കുക. അതായത് 23ൽ നിന്ന് 11.5നെ കുറയ്ക്കുമ്പോൾ 11.5 കിട്ടും. നേരെ പകുതി എടുക്കാം. ഓക്കെ, ഇതാണ് സംഭവം. 34.5 ഡിവൈഡഡ് ബൈ 2ഉം 11.5 ഡിവൈഡഡ് ബൈ 2, അല്ലെ? അപ്പൊ ഇതാണ് ഈ 2 സംഖ്യകൾ എയും ബിയും, അല്ലെ? നമുക്കിനി വേണ്ടത് എയെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും എന്നാണ്. ഇത് കണ്ടുപിടിക്കാൻ നിങ്ങൾ ഇനിയിപ്പോ പകുതി എടുത്ത് മെനക്കെടണമെന്നില്ല. ജസ്റ്റ് 34.5നെ 11.5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പകുതി എടുത്തിട്ട് ഡിവൈഡ് ചെയ്താലും നിങ്ങൾക്ക് ഇതേ കിട്ടാൻ പോണുള്ളൂ. 34.5നെ 11.5 കൊണ്ട് ഡിവൈഡ് ചെയ്തോളൂ. അപ്പൊ നമുക്ക് ആൻസർ എത്ര എന്ന് കിട്ടിക്കോളും? 3 എന്ന് കിട്ടിക്കോളും. ഇത്രയേ ഉള്ളൂ കാര്യം. ഈ 2 വാല്യൂസ് തമ്മിൽ കൂട്ടുക, അതുപോലെ ഈ 2 വാല്യൂസ് തമ്മിൽ കുറയ്ക്കുക, എന്നിട്ട് അവരെ ഒന്ന് ഡിവൈഡ് ചെയ്താൽ മതി, അല്ലെ? ഈ 2 വാല്യൂസ് കൂട്ടിയ വില നമുക്കറിയാമായിരുന്നു. എങ്ങനെ കിട്ടി? ശരാശരിയിൽ നിന്ന് നമ്മൾ തുകയിലേക്ക് പോയി, അല്ലെ? കുറച്ച വാല്യൂ എന്തായിരുന്നു? 11.5 ആയിരുന്നു, അല്ലെ? തുകയും വ്യത്യാസവും നമുക്കറിയായിരുന്നു. ആ 2 വാല്യൂസിനെ തമ്മിൽ ആദ്യം കൂട്ടി എഴുതി,
എന്നിട്ട് ആ രണ്ട് വാല്യൂസിനെ തമ്മിൽ കുറച്ചെഴുതി ഡിവൈഡ് ചെയ്തു, ആൻസർ ആയി. എത്ര കിട്ടി? 3 കേട്ടോ. അടുത്തൊരു ചോദ്യം കണ്ടോ, ഇത് നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ യൂട്യൂബിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ 2 ചോദ്യം ഇതുപോലത്തെ ചെയ്യിച്ചതാ, ഓർമ്മയുണ്ടോ? ഇത് 10.1 ക്യൂബ് പ്ലസ് 2.9 ക്യൂബ് ഡിവൈഡഡ് ബൈ 10.1 ഇൻറ്റു 10.1 പ്ലസ് 2.9 ഇൻറ്റു 2.9 മൈനസ് 29.29. ഇതെന്താ സംഭവം അറിയോ? നമ്മൾ കഴിഞ്ഞ ദിവസം ഐഡന്റിറ്റിയെ കുറിച്ച് പറഞ്ഞതാ. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് അല്ലെ, എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് വെച്ചാൽ എങ്ങനെ എഴുതണം എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ, ഇങ്ങനെ പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഇതിനെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? താഴെയുള്ളത് ആരാ? താഴെയുള്ളത് എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പൊ ഈ മുകളിലുള്ള ഈ വാല്യൂവിനെ ഈ താഴെയുള്ള ഈ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്തായാലും ഇതും ഡിവൈഡ് ആയി പോകും അല്ലെ. ബാക്കി നമുക്ക് വരുന്ന റിസൾട്ട് എ പ്ലസ് ബി മാത്രമായിരിക്കും. സോ നമ്മുടെ ആൻസർ കണ്ടുപിടിക്കാൻ ഈ എയും ബിയും തമ്മിൽ കൂട്ടിയാൽ മാത്രം മതി. ആരെയൊക്കെ? 10.1നെയും 2.9നെയും തമ്മിൽ കൂട്ടി എഴുതുക. 10.1ഉം 2.9ഉം കൂട്ടി എഴുതിക്കോളൂ. റിസൾട്ട് 13. തെറ്റരുത്. റിസൾട്ട് എത്രയാ? 13. ഓക്കെ, അപ്പൊ എ പ്ലസ് ബി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് തന്നെയാണ് ഇവിടുത്തെ ആൻസർ. എ പ്ലസ് ബിയുടെ ആവശ്യം നമുക്ക് ഇവിടെ വരുന്നിട്ടുള്ളൂ. അടുത്ത് പറയുന്നു, സീനയും മീനയും 2:3 എന്ന അംശബന്ധത്തിൽ ഒരു തുക ഭാഗിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ 804 രൂപ കൂടുതൽ അതേ തുക 4:1 എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചപ്പോൾ സീനയ്ക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ അവർ ഭാഗിച്ച തുക എത്രയെന്ന് ചോദിക്കുക. അപ്പൊ ഇവിടെ ആരൊക്കെയുണ്ട്? സീനയുണ്ട്, മീനയുണ്ട് അല്ലേടാ. സീനയും മീനയും കൂടെ ആദ്യം ഏതോ ഒരു തുക ഏതാണെന്ന് അറിയില്ല, അത് 2:3 എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചു. അത് കഴിഞ്ഞിട്ട് അതേ തുകയെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? 4:1 എന്നുള്ള രീതിയിൽ ഭാഗിച്ചു. അപ്പൊ ഇത് സെയിം തുകയാണോ എന്നൊന്ന് നോക്കിയേ. ആണ്. കാരണം എന്താ അറിയോ? ഈ 2ഉം 3ഉം കൂടെ എടുത്തപ്പോ 2ഉം 3ഉം കൂടെ കൂട്ടിയപ്പോൾ 5 കിട്ടിയിട്ടുണ്ട്. അതുപോലെ 4ഉം 1ഉം കൂടെ കൂട്ടിയപ്പോഴും എന്ത് കിട്ടിയിട്ടുണ്ട്? 5 കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഒരു സെയിം ആയിട്ടുള്ള തുകയെ തന്നെയാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്? ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഡിവൈഡ് ചെയ്തെടുത്തപ്പോ സീനയ്ക്ക് ആദ്യം കിട്ടിയത് 2 യൂണിറ്റ് ആണ്, എന്നാൽ രണ്ടാമത് കിട്ടിയത് 4 യൂണിറ്റ് ആണ്. മനസ്സിലായോ? 2 യൂണിറ്റ് 4 യൂണിറ്റ് ആണല്ലോ. ടോട്ടൽ തുക എന്ന് പറയുന്നത്, ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് എത്ര യൂണിറ്റാ? 5 യൂണിറ്റ് ആണ്. മറക്കരുത്. കാരണം ഇവിടെ 3ഉം 2ഉം 5 ആണ്, താഴെ 4ഉം 1ഉം 5 ആണ്. ഇതിൽ 2 യൂണിറ്റ് ആദ്യം സീനയ്ക്ക് കിട്ടി, അത് കഴിഞ്ഞ് ഭാഗിച്ചപ്പോൾ 4 യൂണിറ്റ് സീനയ്ക്ക് കിട്ടി. എന്നാൽ രണ്ടാമത് കിട്ടിയതേ 804 രൂപ കൂടുതലായിരുന്നു. ആദ്യം കിട്ടിയതിൽ നിന്ന് എത്ര കൂടുതലായിരുന്നു? 804. അതായത് ഈ 2 യൂണിറ്റ് ഇവിടെ കൂടുതലായിരുന്നു. ആദ്യം കിട്ടിയ 2 യൂണിറ്റ്, പിന്നെ കിട്ടിയ 4 യൂണിറ്റ്. അപ്പൊ എത്ര യൂണിറ്റ് കൂടുതൽ കിട്ടി? 2 യൂണിറ്റ് ആർക്ക് കൂടുതൽ കിട്ടി? സീനയ്ക്ക് കൂടുതൽ കിട്ടി. 2 യൂണിറ്റ് എന്ന് പറയുന്നത് 804 രൂപയാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? 5 യൂണിറ്റിന്റെ ടോട്ടൽ എമൗണ്ട് അല്ലേ വേണ്ടേ? 5 യൂണിറ്റിന്റെ വില കണ്ടുപിടിച്ചാൽ മതി. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 804 എന്ന് പറയുന്ന 2 യൂണിറ്റ് അല്ലേ, ഇതിന് 2 കൊണ്ട് ആദ്യം ഡിവൈഡ് ചെയ്യാം. 5 യൂണിറ്റ് കണ്ടുപിടിക്കണ്ടേ? 5 കൊണ്ട് ഗുണിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ 804നെ ജസ്റ്റ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും നമുക്ക്? ഇവിടെ കിട്ടുന്ന വാല്യൂ 402 എന്നല്ലേ. 402നെ 5 കൊണ്ട് ഗുണിച്ചാൽ മതി. 402 × 5 എന്ന് വെച്ചാൽ എത്രയാ? 2010. കണ്ടോ? കഴിഞ്ഞു. അപ്പൊ എമൗണ്ട് എത്ര രൂപയായിരുന്നു എന്ന് ചോദിച്ചാൽ 2010 രൂപയായിരുന്നു. ഓക്കെ, ടോട്ടൽ എമൗണ്ട് 5 യൂണിറ്റ്. ഇവിടെ സീനയ്ക്ക് കിട്ടിയ എമൗണ്ടിന്റെ വ്യത്യാസം 2 യൂണിറ്റ്. അപ്പൊ 2 യൂണിറ്റ് എന്ന് പറയുന്നത് 804 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ 1 യൂണിറ്റിലേക്ക് കൊണ്ടുവരാം. 804ന്റെ പകുതി എടുത്താൽ മതി, 402. ഇതിന് 5 കൊണ്ട് ഗുണിച്ചാൽ മതി. എത്ര കിട്ടി? 2010 കിട്ടിയില്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ. അതുപോലെ മറ്റൊരു ചോദ്യം, 2000 രൂപയ്ക്ക് ഒരു മാസത്തേക്ക് സാധാരണ പലിശ എത്ര? 15 രൂപ. 2000 രൂപയ്ക്ക് ഒരു മാസത്തെ സാധാരണ പലിശ 15 രൂപ. ഓക്കെ, എന്നാൽ പലിശ നിരക്ക് എത്ര? ഭയങ്കര സിമ്പിൾ ആണ്. നിങ്ങൾ ഇതിനെ 1 വർഷത്തിലേക്ക് കൊണ്ടുപോയാൽ മതി. എടാ, 15 രൂപ പലിശ ഒരു മാസത്തെയാണ്. അപ്പൊ 1 വർഷത്തേക്ക് ആയപ്പോ പലിശ എത്രയായി? 15 × 12 180 രൂപ പലിശ. ഓക്കെ, അപ്പൊ 2000 രൂപയ്ക്കാണ്. ഒരു മാസത്തേക്ക് 15 രൂപയാണെങ്കിൽ 1 വർഷത്തെ പലിശ 180 അല്ലെ. അപ്പൊ ഇവിടുത്തെ പലിശ നിരക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ 2000 രൂപയ്ക്ക് 1 വർഷം 180 രൂപ പലിശയെങ്കിൽ പലിശ നിരക്ക് കണ്ടുപിടിക്കാൻ ഇതിന്റെ ശതമാനം എടുത്താൽ മാത്രം പോരെ? മതി. 0 കട്ട് ചെയ്തു, 0 കട്ട് ചെയ്തു. 180നെ 20 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്നത് 9. സോ പലിശ നിരക്ക് 9%. കഴിഞ്ഞു. എത്രേ ഉള്ളൂ. ഇപ്പൊ 2000 രൂപയ്ക്ക് നമുക്ക് എന്ത് ചെയ്തു? ഒരു മാസം 15 രൂപ പലിശ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്തേ?
ഈ ഒരു മാസത്തെ പലിശ ഒരു വർഷത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ 180 കിട്ടി. ഇപ്പൊ 180 രൂപ എന്ന് പറയുന്നത് 2000-ന്റെ എത്ര ശതമാനം? 9% പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഈ 15 ചോദ്യങ്ങളുടെ ഉത്തരമാണ് നിങ്ങൾ ചെയ്തത്. ഇത്രയും സിമ്പിൾ ആയിട്ട് നിങ്ങൾ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും അല്ലെ? കഴിഞ്ഞ കുറെ സീസൺസ് ആയിട്ട് 2020-ന് ശേഷം ഇത്രയും സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ UPSC പരീക്ഷയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ട്രെൻഡ് തന്നെ നമ്മൾ LPSCയിലും പ്രതീക്ഷിച്ചാൽ മതിയാകും എന്ന് ആണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. എന്നാലും SCRT കുറച്ച് വെയിറ്റേജ് കൊടുക്കുക. കാരണം SCRT ഫാക്ട്സ് തന്നെയാണ് കൂടുതലായിട്ട് ചോദ്യങ്ങളിൽ വന്നിട്ടുള്ളത് കേട്ടോ. നമ്മൾ നിരന്തരം കാണുന്ന മോഡൽസ് ഒക്കെ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ചോദ്യം കൂടി ചേർത്ത് അടുത്ത പരീക്ഷ എഴുതാനുള്ള ഒരു റിവൈസ് ചെയ്തോളൂ, സെറ്റ് ആവും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരുവിധം നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. കട്ട് ഓഫിനെ കുറിച്ച് ആലോചിച്ച് ആശങ്ക ഒന്നും വേണ്ട. അടുത്ത പരീക്ഷകൾക്കായിട്ട് കാര്യമായി പ്രിപ്പയർ ചെയ്യുക കേട്ടോ. നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. എന്തായാലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞവർക്കെല്ലാവർക്കും നല്ലൊരു റാങ്ക് കിട്ടട്ടെ, എത്രയും പെട്ടെന്ന് ജോലി കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.